വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവ് പകരാൻ കല്ലാർകുട്ടിക്ക് സമീപത്തെ തോട്ടാപ്പുര പുരാവസ്തു വിനോദസഞ്ചാര വകുപ്പുകൾക്ക് വിട്ടു നൽകാൻ വൈദ്യുത വകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. കല്ലാർകുട്ടിയിൽ നിന്നും വെള്ളത്തോവൽ റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് തോട്ടാപ്പുരയിലെത്തുക. വിനോദസഞ്ചാരികൾക്ക് തോട്ടാപ്പുര കാണാൻ അവസരമൊരുക്കും വിധമുള്ള ഇടപെടലാണ് പ്രദേശവാസികളുടെ ആവശ്യം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പൊന്മുടി, കല്ലാറുകുട്ടി, ചെങ്കുളം അണക്കെട്ടുകളുടെയും നേരിമംഗലം, പന്നിയാർ, ചെങ്കുളം ജലവൈദ്യുത നിലയങ്ങളുടെയും നിർമ്മാണവുമായി ബന്ധപ്പെട്ട വെടിമരുന്ന് സാമഗ്രികൾ സൂക്ഷിക്കുന്നതിനു വേണ്ടി പാറ തുരന്ന് നിർമ്മിച്ചതാണ് തോട്ടാപ്പുര. കല്ലാറുകുട്ടി വെള്ളത്തുവൽ റോഡ് കടന്നു പോകുന്നത് ഈ തോട്ടാപ്പുരയുടെ മുകളിലൂടെയാണ്. തുടക്കത്തിൽ നിന്ന് മുകളിലേക്ക് 400 മീറ്ററോളം ദൂരത്തെ പാറയാണ് തുരങ്കത്തിന് വേണ്ടി നീക്കം ചെയ്തത്. ഇതിനുള്ളിൽ 600ഉം 200ഉം ചതുരശ്ര അടി വിസ്തീർണമുള്ള 2 മുറികളുണ്ട്. ഇവിടെയാണ് വെടിക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്നതെന്ന് പഴമക്കാർ പറയുന്നു. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവ് പകരുവാൻ കല്ലാറുകുട്ടിക്ക് സമീപത്തെ ഈ തോട്ടാപ്പുര പുരാവസ്തു വിനോദസഞ്ചാര വകുപ്പ് വിട്ടു നൽകുവാൻ വൈദ്യുത വകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. എന്തുകൊണ്ടോ ഈ തോട്ടാപ്പുര തുറങ്കം തന്നെ നമുക്ക് ആലോചിച്ച് നോക്കാം. എത്ര കാലം ഏതെല്ലാം രീതിയിൽ അധികാരികളുടെ അടുത്ത് ഇത് ആവശ്യപ്പെട്ടു. ഞാൻ തന്നെ തിരുവനന്തപുരത്ത് പോയി 3-4 പ്രാവശ്യം മന്ത്രിമാരെ നേരിട്ട് കണ്ടു, ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് കണ്ടു. യാതൊരു അനക്കവും ഈ കാര്യത്തിലില്ല. 6.5 പതിറ്റാണ്ട് മുമ്പ് അണക്കെട്ടുകളുടെയും ജലവൈദ്യുത നിലയങ്ങളുടെയും നിർമ്മാണ ജോലികൾ പൂർത്തിയായതോടെ വൈദ്യുത വകുപ്പിന് കീഴിൽ തുരങ്കം ഉപയോഗശൂന്യമായി മാറുകയായിരുന്നു. ജില്ലയിൽ വിനോദസഞ്ചാര മേഖല ഉണർന്നതോടെ തോട്ടാപ്പുര സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുവാൻ നടപടി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ മുമ്പ് രംഗത്തെത്തിയിരുന്നു. ഇതിനിടെയാണ് തോട്ടാപ്പുര പുരാവസ്തു വിനോദസഞ്ചാര വകുപ്പിന് വിട്ടു നൽകി ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തുവാൻ നടപടി വേണമെന്ന ആവശ്യം പ്രദേശവാസികളും മുന്നോട്ട് വയ്ക്കുന്നത്. സിറ്റി വിഷൻ, അടിമാലി.